This is New Delhi Police Station. This is the system voice notification. Now you have an urgent case. You need to go to the New Delhi Police Station to explain it. If you need more information, please press 1. ഇത്തരത്തിലുള്ള സ്കാം കോളുകൾ നിങ്ങളെ എനിക്ക് കേൾപ്പിക്കാൻ പറ്റിയത് ആൻഡ്രോയിഡ് ഫോണുകളിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പറഞ്ഞ് മടുത്തു. ബട്ട് ഫൈനലി iOS 18 നിങ്ങൾക്ക് ഐഫോണിൽ കോൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സത്യം പറയാലോ, വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഫൈനലി ഐഫോൺ ആൻഡ്രോയിഡിന് പറ്റിയ ഒരു എതിരാളിയായിട്ട് മാറാൻ പോകുന്നത്. ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ. ഞാൻ ആൻഡ്രോയിഡ് 2013 ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഉപയോഗിച്ച് തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ ആപ്പ് ഐക്കൺ എവിടെ വേണമെങ്കിലും വെക്കാം. ആൻഡ് ഫൈനലി iOS 18 അതൊരു ഫീച്ചറായി വന്നിരിക്കുകയാണ്. ആപ്പ് ഐക്കൺ എവിടെ വേണമെങ്കിലും വെക്കാം ആൻഡ് വിഡ്ജറ്റ്സും റീസൈസ് ചെയ്യാം. ആൻഡ് iOS 18 തീം എഞ്ചിനിലൂടെ നിങ്ങൾക്ക് ആപ്പ് ഐക്കണുകൾക്ക് കളർ ടിൻറ്റ് കൊടുക്കാം. ആൻഡ് ഈ ലോക്ക് സ്ക്രീനിൽ കാണുന്ന ഫ്ലാഷ് ലൈറ്റും ക്യാമറ ഐക്കണും മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കണാക്കി മാറ്റാം. റൈറ്റ് സൈഡിൽ നമ്മളിങ്ങനെ താഴേക്ക് വലിക്കുമ്പോൾ ഐഫോണിൽ കൺട്രോൾ സെന്റർ വരും. ഇനി മുതൽ ഈ കൺട്രോൾ സെന്ററിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേജസ് വരും. ആൻഡ് കൺട്രോൾ സെന്ററിൽ ഓരോ ഐക്കൺസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. റൗണ്ടഡ് ഐക്കൺ ആക്കി മാറിയിട്ടുണ്ട്. ആൻഡ് സർപ്രൈസിംഗ്ലി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന്റെ ഫംഗ്ഷൻസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളും പ്രൈവസിയുടെ പേരും പറഞ്ഞാണല്ലോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ UI കയറ്റാത്തത്. ഇപ്പോൾ അത് കയറ്റിയ സ്ഥിതിക്ക് ആപ്പിൾ യൂസേഴ്സിനെ ആൻഡ്രോയിഡ് യൂസേഴ്സായിട്ട് എങ്ങനെ പ്രൈവസിയുടെ പേര് പറഞ്ഞ് അടിയുണ്ടാക്കും? അടുത്ത iOS 18 മെയിൻ ഫീച്ചർ, ആപ്ലിക്കേഷനുകൾ ഇനി മുതൽ ലോക്ക് ചെയ്യുക. യെസ്, നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫേസ് ID അല്ലെങ്കിൽ പാസ്കോഡ് വേണം. ഐഫോണിൽ ഏറ്റവും അൺഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോസ്. ആൻഡ് ഫൈനലി ഫോട്ടോസ് ആപ്പ് റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്. യെസ്, ഓട്ടോമാറ്റിക്കലി ഫോട്ടോസ് ആപ്പ് ഇനി തൊട്ട് നിങ്ങൾക്ക് ആൽബംസ് ഒക്കെ സോർട്ട് ചെയ്ത് തരും. ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ആ ഒരു ഫേസിന്റെ ബന്ധപ്പെട്ട ഫോട്ടോസ് മാത്രമായിട്ട് ചില ഫോൾഡേഴ്സ് ആയിട്ട് മാറ്റും. സോ ബേസിക്കലി ഗൂഗിൾ ഫോട്ടോസിൽ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ iOSന്റെ ഫോട്ടോസിലും ചെയ്യുന്നു. ഐഫോണിനകത്ത് സെറ്റിംഗ്സിനകത്ത് ഐക്ലൗഡിനകത്ത് കീ ചെയിൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് നിങ്ങൾക്ക് പാസ്വേഡുകൾ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള UI ഒന്നുമല്ല, പക്ഷേ ഇപ്പോൾ പുതിയ ഒരു പാസ്വേഡ് മാനേജർ iOS 18 കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട വെബ്സൈറ്റുകളുടെ പാസ്വേഡ് ഒക്കെ സേവ് ചെയ്യാം. ഈവൻ വൈഫൈ പാസ്വേഡ്സും സേവ് ചെയ്ത് വെക്കാം. ആൻഡ് അത് കാണണമെങ്കിൽ ഫേസ് ID വെച്ച് അൺലോക്ക് ചെയ്തിട്ട് കാണാൻ പറ്റുള്ളൂ. ഒരു ശരാശരി പുതിയ ഐഫോൺ യൂസർ ഐഫോണിൽ ആദ്യമായിട്ട് കാൽക്കുലേറ്റർ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് 2ക്ക് വരെ 3 ആയി പോയി ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യും എന്ന് തപ്പിത്തെറിഞ്ഞ് നടന്നിട്ടുണ്ടാവും. അത് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. സോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേറ്റർ. നിങ്ങൾ വാർത്ത കേട്ട് കാണും ഫൈനലി ഐപാഡിലും കാൽക്കുലേറ്റർ വന്നിട്ടുണ്ട്. ആ സെയിം കാൽക്കുലേറ്റർ ഇപ്പോൾ ഐഫോണിലും കിട്ടുന്നുണ്ട്. ഒരേ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാത്ത് നോട്ട്സ് ഉണ്ട്. അതായത് ഐപാഡിൽ ആപ്പിൾ പെൻസിൽ വെച്ച് ചെയ്താൽ ഐഫോണിൽ വിരൽ കൊണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ഹാൻഡ് റൈറ്റിംഗിൽ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്തു തരും. നിങ്ങൾ iMessages യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെസ്സേജസിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യാം. സോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ കറക്റ്റ് ആ ഒരു സമയത്ത് മെസ്സേജ്. ആൻഡ് ഭയങ്കര അധികം വിവാദമായ ആൻഡ്രോയിഡിലുണ്ടായ RCS സപ്പോർട്ട് ഫൈനലി ഐഫോണിൽ വന്നിട്ടുണ്ട്. കാര്യമായിട്ട് അതിനെപ്പറ്റി ഇവന്റ് സംസാരിച്ചൊന്നുമില്ല, ബട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കൊരു ശല്യമാണെന്നുണ്ടെങ്കിൽ പുതിയ ഗെയിം മോഡും കൂടി കൊണ്ടുവരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണുകളിൽ കീപാഡിൽ ഞാൻ ഏതെങ്കിലും നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് സേവ്ഡ് കോൺടാക്ട് ഇവിടെ കാണിക്കും. ഡയറക്റ്റ് ടാപ്പ് ചെയ്ത് കോൾ ചെയ്യും. ഐഫോണിൽ ഞാൻ ആ സെയിം പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യാതൊരു നമ്പറും വരില്ല. T9 ഡയലിംഗ് ഉണ്ടായില്ല. ബട്ട് ഇനി ഈ ഒരു iOS 18 അപ്ഡേറ്റിലൂടെ T9 ഡയലിംഗ് ഫൈനലി ഫീച്ചർ ഫോണിലുണ്ടായ ഫീച്ചർ ഇപ്പോൾ ഐഫോണിൽ എത്തിക്കഴിഞ്ഞു. ആപ്പിൾ വിഷൻ പ്രോയിൽ കാണുന്ന പോലെ ഐ ട്രാക്കിംഗ് അഥവാ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ iOS 18 വന്നിട്ടുണ്ട്. കൂടെ ഫ്ലാഷ് ലൈറ്റിന്റെ ബ്രൈറ്റ്നസിന്റെ ഇന്റൻസിറ്റി മാത്രമല്ല അത് എത്ര വിട്ടിലേക്കാണ് പോകുന്നത് എന്നും കൺട്രോൾ ചെയ്യാം. ചാർജ് ചെയ്യുമ്പോൾ ആസ് ഓഫ് നൗ നിങ്ങൾക്ക് 80%ലാണ് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് 80 വേണോ, 85 വേണോ, 90 വേണോ, 95 വേണോ എന്നൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് 2024 ബ്രാൻഡുകൾ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല, ആപ്പിൾ ഇന്റലിജൻസ്. അതിൽ ഏറ്റവും ആദ്യം ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് നമ്മുടെ സിറിയാണ്. സിറി അടിമുടി മാറാൻ പോവുകയാണ്. ചാറ്റ് GPTയുമായിട്ട് സിറി ഇന്റഗ്രേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറിയുടെ സംസാരം കുറച്ചുകൂടി നാച്ചുറൽ ആയിരിക്കും. ഒരു ഹ്യൂമൻ സംസാരിക്കുന്നത് പോലെയാവും. നിങ്ങളുടെ സ്ക്രീനിൽ എന്താണോ കാണുന്നത് അത് അനുസരിച്ച് പെരുമാറും. ഈവൻ ഐഫോണിനകത്ത് എനിക്ക് ആ ഒരു ഫോട്ടോയിൽ ഈ ഒരു ഒബ്ജക്ട് റൈസ് ചെയ്ത് തരുമെന്ന് സിറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കേപ്പബിൾ ആണ്. ആൻഡ് സിറിനെ നിങ്ങൾ വിളിക്കേണ്ട, ഡയറക്റ്റ് സിറിനോട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും ഫൈനലി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആപ്പിൾ ഇന്റലിജൻസ് എല്ലാവർക്കും കിട്ടും എന്ന് തോന്നുന്നില്ല. ഐ തിങ്ക് ഓൺലി ഫോർ റിച്ച് പീപ്പിൾ. വേറൊന്നുമല്ല, ആപ്പിൾ ഇന്റലിജൻസിന്റെ സപ്പോർട്ട് 15 Pro ആൻഡ് എബോവ് മോഡൽസിന് മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ iPhone 15 Plus ഉണ്ട്, ബട്ട് ഇതിനകത്ത് കിട്ടില്ല. കാരണം ഇതിനകത്ത് ആപ്പിളിന്റെ A16 ബയോണിക് ചിപ്പ്. iPhone 15 Pro സീരീസിൽ ആപ്പിളിന്റെ A17 Pro ചിപ്സെറ്റ് ആണ്. സോ കോൾ റെക്കോർഡിംഗ് എയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫീച്ചർ ആയതുകൊണ്ട് അതും ചിലപ്പോൾ 15 Pro ആൻഡ് എബോവിൽ മാത്രമേ കിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് സാംസങ് അവരുടെ S24 മേടിക്കാത്ത ആൾക്കാർക്ക് S23 സീരീസിലേക്കും എല്ലാ AI ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് അത് ഓൺ ക്ലൗഡ് ആയതുകൊണ്ടാണ്. ജനറേറ്റീവ് ഇമോജീസ് അഥവാ ജെൻ ഇമോ
ഇമോജി, നിങ്ങൾക്ക് ഇമോജീസ് ഇഷ്ടമുള്ളത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇമേജ് ടെക്സ്റ്റ് പ്രോംപ്റ്റ്സ്, നിങ്ങൾക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഫോട്ടോസ് ആപ്പിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സെലക്ട് ചെയ്ത് ക്ലീനപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ കണ്ടിരുന്ന ഫീച്ചേഴ്സ് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുക, എഴുതിയ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലീനപ്പ് ചെയ്യുക, പ്രൊഫഷണൽ ആക്കുക, കാഷ്വൽ ആക്കുക എന്നിങ്ങനത്തെ കാര്യങ്ങൾ. വെൽ, എല്ലാം ഓൺ ഡിവൈസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് ആപ്പിൾ പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ ഓൺ ഡിവൈസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആപ്പിളിന്റെ സ്വന്തമായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ആപ്പിൾ സിലിക്കൺ വെച്ച് ഉണ്ടാക്കിയ ക്ലൗഡുകളിലായിരിക്കും പോകുന്നത്. ആൻഡ് അത് പ്രോസസ്സിംഗ് മാത്രമുള്ളൂ. അതുകൊണ്ട് തന്നെ ഡേറ്റ പോകുന്നു, പ്രോസസ് ആവുന്നു, ഡേറ്റ തിരിച്ചു വരുന്നു, അവിടെ ഒന്നും സ്റ്റോർ ചെയ്യില്ല, പ്രൈവസി ഉണ്ട് എന്ന് പറയുന്നു. ഇനി ആദ്യം പറഞ്ഞ പോലെ ചാറ്റ് GPT ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിൽ ചാറ്റ് GPTയിൽ എന്തായാലും ഡേറ്റ സേവ് ആകും. വെൽ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് സിറി ചോദിക്കും, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, വേണമെങ്കിൽ ഞാൻ ചാറ്റ് GPTനോട് ചോദിച്ചു ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാം, വേണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടേ പോകുള്ളൂ. വെൽ, ദാറ്റ് മൈറ്റ് ബി ദ റീസൺ iPhone 15 Pro ആൻഡ് എബോ സീരീസിൽ മാത്രമേ ഇത് വരുള്ളൂ എന്ന്. iOS 18 ബീറ്റ റിലീസുകൾ ഇപ്പോൾ പല ആൾക്കാർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മോസ്റ്റ്ലി ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കും റിലീസ് വരും. AI ഫീച്ചേഴ്സ് അടങ്ങുന്ന അപ്ഡേറ്റ് മോസ്റ്റ്ലി സെപ്റ്റംബറിലേ വരുള്ളൂ. കാരണം അവർ പറഞ്ഞത് ദിസ് ഫോൾ എന്നാണ്. യെസ്, iPhone 16 സീരീസിന്റെ ലോഞ്ചിന്റെ സമയത്തായിരിക്കും. iOS 18 ലോഞ്ച് ഇവന്റ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശരാശരി ആൻഡ്രോയിഡ് യൂസർക്ക് ആ ഒരു ഇവന്റ് കണ്ടപ്പോൾ ബോറടിച്ച് കോട്ടോയെ വിട്ടിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പുതിയ ഫീച്ചറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു ആപ്പ് ഐക്കൺ ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ കയ്യടി, ആ ആപ്പിൾ ഫാൻസിന്റെ കയ്യടി കണ്ട ആൻഡ്രോയിഡ് ഫാൻസിനെ ക്രിഞ്ചടിച്ച് കാണും. കുറ്റം പറയാൻ പറ്റില്ല, ദാറ്റ് ഇസ് ട്രൂ. ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഫീച്ചേഴ്സ് കൊണ്ടുവന്നത്. ബട്ട് ഫൈനലി ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈക്വൽ കോമ്പറ്റീഷനായി. ഇനിയെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ആപ്പിൾ നോക്കിയാൽ ആപ്പിൾ ഫാൻസ് അടി ഉണ്ടാക്കുമ്പോൾ വെറും പ്രൈവസി മാത്രം വെച്ച് പിടിച്ചു നിൽക്കേണ്ട അവസ്ഥ വരില്ല. അപ്പോൾ അത്രയുള്ള ഈ ഒരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.